Good morning all. In this class we are going to study about measures of dispersion. Before moving to measures of dispersion, let us see what is meant by dispersion. The word dispersion means deviation, difference or spread over or scatterness of certain values from their central value. എന്തെങ്കിലും നമുക്ക് തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനിലെ ഡേറ്റയുടെ ഒരു ആവറേജ് അഥവാ സെൻട്രൽ വാല്യൂ ഉണ്ടാവുമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പഠിച്ചില്ലേ, അങ്ങനെ കിട്ടുന്ന ഒരു സെൻട്രൽ വാല്യൂ, ആ സെൻട്രൽ വാല്യൂവിൽ നിന്നും ബാക്കിയുള്ള ഐറ്റത്തിന്, ഓരോ ഐറ്റത്തിനും എന്തുമാത്രം വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട് അഥവാ സ്കാറ്റേർനെസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷനെ വേണമെങ്കിൽ വേരിയബിലിറ്റി എന്നും പറയാം. ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഡിസ്പേർഷൻ. ദെൻ വാട്ട് ഈസ് മെൻ ബൈ മെഷർ ഓഫ് ഡിസ്പേർഷൻ? അപ്പം മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മെത്തേഡ് ഓഫ് മെഷറിങ് ദ ഡിസ്പേർഷൻ ഓർ സ്കാറ്റേർനെസ്. ഈ പറഞ്ഞ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്കാറ്റേർനെസ്സിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷനും അതുപോലെ മെഷർ ഓഫ് ഡിസ്പേർഷനും ഒക്കെ ഡെഫിനിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഏതെങ്കിലും പഠിക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു A.L. ബൗളി, ഡിസ്പേർഷൻ ഇസ് ദ മെഷർ ഓഫ് വേരിയേഷൻ ഓഫ് ദ ഐറ്റംസ്. A.L. ബൗളിയുടെ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. ഓരോ ഐറ്റത്തിൻ്റെയും വേരിയേഷൻ്റെ മെഷറിനെ വിളിക്കുന്നതാണ് ഡിസ്പേർഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഡിസ്പേർഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഒന്ന് വായിക്കുക, എളുപ്പമാണ്, മനസ്സിലാവും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും ഒന്ന് നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. Runs scored by 3 batsmen in a series of 5 one-day matches are given below. 3 ബാറ്റ്സ്മെന്നിന് 5 വൺ-ഡേ മാച്ചിൽ കിട്ടിയ സ്കോർസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിൽ തന്നേക്കുന്നത്. ഓക്കെ. സച്ചിൻ, ലാറ, അക്രം എന്ന് പറയുന്ന 3 പേര്. അവർക്ക് ഓരോ ദിവസവും വൺ-ഡേ മാച്ചിൽ കിട്ടിയ സ്കോർസ് ആണത്. ഇപ്പോൾ സച്ചിൻ്റെ നോക്കിയേ, 100, 100, 100 അങ്ങനെ 5 ദിവസം. ലാറയ്ക്കാണെങ്കിൽ വേരിയേഷൻ ഉണ്ട്, 70, 80, 100, 120, 130. അക്രത്തിനാണെങ്കിൽ ആദ്യത്തെ 2 ദിവസം 0, ദെൻ 300, 180, 20. നമ്മളിപ്പോൾ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുത്ത് നോക്കുന്നു, 500 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീൻ കാണുന്നത് എങ്ങനെ, അല്ല അരിത്തമെറ്റിക് ആവറേജ് കാണുന്നത് എങ്ങനെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ. സിഗ്മ x/n ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 500/5 ആദ്യത്തെ സച്ചിൻ്റെതിൻ്റെ മീൻ 100 എന്ന് കിട്ടും. സിമിലർലി ലാറയുടെയും അക്രത്തിൻ്റെയൊക്കെ 100 എന്ന് തന്നെ കിട്ടും, കാരണം ടോട്ടൽ എല്ലാവരുടെയും 500 വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് കിട്ടി. ഈ ആവറേജ് ആദ്യം സച്ചിൻ്റെ ആയിട്ട് നോക്കിയേ, ആവറേജ് അല്ലെങ്കിൽ മീൻ എത്രയാണ്? 100. ആ 100ഉമായിട്ട് ഓരോ ദിവസം കിട്ടിയ സ്കോർസിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ? ഇല്ല, എല്ലാം സെയിം ആണ്, എല്ലാം 100 ആണ് അല്ലേ. അപ്പോൾ വേരിയേഷൻസ് ഒന്നും ഇല്ല സച്ചിൻ്റെ സ്കോറിന്. ഇനി ലാറയുടെ സ്കോർസ് നോക്കിയേ, മീൻ കിട്ടിയത് 100 ആണ്, 100ഉമായിട്ട് വരുന്ന ഡീവിയേഷൻസ് നോക്കുക. ലാറയ്ക്ക് ആദ്യത്തെ ദിവസം 70 ആണ് കിട്ടിയത്, അതായത് 30 എന്ന് പറയുന്നൊരു വേരിയേഷൻ ഉണ്ട്. സെക്കൻഡ് ഡേ 100 - 80, 20 വേരിയേഷൻ ഉണ്ട്. തേർഡ് ഡേ കറക്റ്റാണ്, അതായത് മീൻ എത്രയാണോ അത് തന്നെയാണ് കിട്ടിയത്, അപ്പോൾ വേരിയേഷൻ ഇല്ല. പിന്നെ അടുത്ത ദിവസം 120, അപ്പോഴും 20 വേരിയേഷൻ, ദെൻ 30 വേരിയേഷൻ. അങ്ങനെ ചെറിയ രീതിയിലെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ലാറയുടെ സ്കോറിനുണ്ട്. ഇനി അക്രത്തിൻ്റെ കേസ് നോക്കുക, അവിടെയും മീൻ 100 ആണ്, പക്ഷേ വേരിയേഷനോ ആദ്യത്തെ ദിവസം 0, ദെൻ വീണ്ടും 0, പിന്നെ 300. ഇത് നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള വേരിയേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഏറ്റവും കൂടുതൽ ആരുടെ സ്കോറിനാണ്? അക്രത്തിൻ്റെത്. വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ കുറവ് ആരുടെ സ്കോറിനാണ്? സച്ചിൻ്റെ സ്കോറിന് അല്ലേ. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സച്ചിൻ ഇസ് ദ മോസ്റ്റ് ഡിപ്പെൻഡബിൾ ഓർ കൺസിസ്റ്റൻറ്റ് ഓർ റിലയബിൾ ബാറ്റ്സ്മാൻ ഓഫ് ലോ വേരിയേഷൻ ഓർ നോ വേരിയേഷൻ. ഏറ്റവും കുറവ് വേരിയേഷൻ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഡിസ്പേർഷൻ ഉള്ള ആൾ ആരാണോ ആ ആളായിരിക്കും എപ്പോഴും കൂടുതൽ കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ.
അതേസമയം വേരിയേഷൻ കൂടിയ ആൾക്കാർ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, റിലയബിൾ ആയിരിക്കില്ല. അവരെ വെച്ച് നമുക്കൊന്നും സ്കോർ തീരുമാനിക്കാനോ ചെയ്യാനോ പറ്റില്ല. അതായിരുന്നു എക്സാമ്പിൾ. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. എങ്ങനെയാണ് ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത്? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ഡിസ്പേർഷൻ? മെയിനായിട്ട് 6 മെത്തേഡ്സ് ആണുള്ളത്. റേഞ്ച്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്, സെമി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവ്. ഇത്രയാണ് ഡിസ്പേർഷൻ്റെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ ആദ്യത്തേത് നോക്കാം, റേഞ്ച്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ. ഈ 6 കാറ്റഗറിയിൽ പറഞ്ഞത് ആദ്യത്തെ 3 പൊസിഷണൽ മെഷേഴ്സാണ്. ആദ്യത്തെ 3 എന്ന് വെച്ചാൽ റേഞ്ച്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്, അതുപോലെ സെമി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്. ഇത് 3 പൊസിഷണൽ മെഷേഴ്സാണ്. അതായത് പൊസിഷണൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ വാല്യൂ വരുന്നത്. അതേസമയം മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഓൾജിബ്രിക് മെഷേഴ്സാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ് ലാസ്റ്റ് വൺ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഗ്രാഫിക് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കാം, റേഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൊസിഷണൽ മെഷർ മെത്തേഡാണ്. എന്താണ് റേഞ്ച് എന്ന് നോക്കുക. റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ സീരീസ്. തന്നേക്കുന്ന സീരീസിലെ എക്സ്ട്രീം വാല്യൂസ്, ലോവസ്റ്റ് എക്സ്ട്രീമും അതുപോലെ ഹയസ്റ്റ് എക്സ്ട്രീമും, ആ 2 ലോ ആൻഡ് ഹൈ എക്സ്ട്രീം വാല്യൂസിൻ്റെ വ്യത്യാസം അഥവാ ഡിഫറൻസിനെ വിളിക്കുന്നതാണ് റേഞ്ച്. കാണാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. റേഞ്ച് ഈക്വൽ ടു L മൈനസ് എസ്. L എന്ന് വെച്ചാൽ ലാർജസ്റ്റ്, എസ് മീൻസ് സ്മോളസ്റ്റ് ഐറ്റം. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നൊരു ടേം കൂടെ ഉണ്ട്. അത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് L മൈനസ് എസ് ബൈ L പ്ലസ് എസ്. റേഞ്ചിൻ്റെ മെറിറ്റ്സ് വെൽ ഡിഫൈൻഡ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഈസി ടു കാൽക്കുലേറ്റ്. അതുപോലെ തന്നെ ഏതെങ്കിലും മിഡിൽ പാർട്ടോ ഏതെങ്കിലും ഒരു സീരീസിൻ്റെ വാല്യൂസ് മിസ് ചെയ്താലും അത് ഈ റേഞ്ചിനെ അഫക്റ്റ് ചെയ്യത്തില്ല, കാരണം എക്സ്ട്രീം വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. ദെൻ ലിമിറ്റേഷൻസ്, എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തുള്ളതല്ല. അതുപോലെ സാമ്പിളിങ്ങിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യും. നമുക്ക് വീണ്ടും മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഫൈനലി ഫ്രീക്വൻസീസിനെ ഇത് നോക്കുന്നില്ല. ആ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ റേഞ്ച് മാത്രം, അതായത് ക്ലാസ് ഒക്കെ തരത്തില്ലേ ചിലപ്പോൾ, അങ്ങനത്തെ കേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. അതുപോലെ റേഞ്ചിൻ്റെ യൂസസ്, എന്തിനൊക്കെയാണ് ഈ റേഞ്ച് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ക്വാളിറ്റി കൺട്രോളിന് യൂസ് ചെയ്യുന്നു. അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കാനൊക്കെ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ ചേഞ്ചസ്, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, അത് കാണാൻ റേഞ്ച് യൂസ് ചെയ്യാം. കൂടുതലായിട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, എവറി ഡേ ലൈഫിൽ റേഞ്ച് പല കേസിലും യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷനായിട്ട് റേഞ്ച് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് യൂസസ്. നൗ ഹൗ ടു ഫൈൻഡ് റേഞ്ച്. നമ്മൾ ഇക്വേഷൻ ഓൾറെഡി കണ്ടായിരുന്നു. റേഞ്ച് കാണാൻ L മൈനസ് എസും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാൻ L മൈനസ് എസ് ബൈ L പ്ലസ് എസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം റേഞ്ച് കാണുന്ന, നമ്മൾ നേരത്തെ കഴിഞ്ഞ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും 3 ടൈപ്പ് സീരീസ് കാണും. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂവസ് സീരീസ്. അത് 3ൻ്റെയും പ്രോബ്ലംസ് നോക്കണം. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ദിവസവും അതുപോലെ പ്രൈസ് ഓഫ് ഷെയർസുമാണ് തന്നേക്കുന്നത്. ഓക്കെ, റേഞ്ച് കാണാനും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാനുമാണ് ക്വസ്റ്റ്യൻ. റേഞ്ച് കാണാൻ ഇക്വേഷൻ L മൈനസ് എസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണ് നോക്കിയേ, 500 മൈനസ് സ്മോളസ്റ്റ് വാല്യൂ എത്രയാ, 150. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ 350 എന്ന് കിട്ടും. അതായിരിക്കും റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാനും ഡയറക്റ്റ് ഇക്വേഷൻ L മൈനസ് എസ് ബൈ L പ്ലസ് എസ്. അപ്പോൾ ചെയ്യാൻ നേരത്ത് 0.538 എന്ന് കിട്ടും.
Okay. Then question number 2. Question നോക്കിയാൽ അത് ഏത് സീരീസിൽ വരും? From the following series, determine the value of range and coefficient of range എന്നാണ് പറഞ്ഞേക്കുന്നത്. മാർക്കും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഉണ്ട്, ഒരു ഡേറ്റയും ഉണ്ട്. അപ്പോൾ ഇത് ഏത് സീരീസാണ്? ഡിസ്ക്രീറ്റ് സീരീസാണ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഇക്വേഷന് മാറ്റമൊന്നുമില്ല, സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ റേഞ്ച് കാണാൻ L-S ആണ് ചെയ്യേണ്ടത്. L ഏതാ, S ഏതാണ്? ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റേഞ്ച്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തുവാണ്? ഫ്രീക്വൻസി അല്ല, മാർക്സ് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡേറ്റയാണ് നോക്കേണ്ടത്. മാർക്സിൽ ഹൈ മാർക്ക് ഏതാ? 80. ലാർജസ്റ്റ് 80യും സ്മോളസ്റ്റ് 10ഉം. അപ്പോൾ L = 80, S = 10. ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റേഞ്ച് 80 - 10 70 എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും സെയിം ഇക്വേഷൻ L-S/L+S ചെയ്യുമ്പോൾ 0.78 എന്ന് കിട്ടി. ഇവിടെ നോട്ടായിട്ട് അത് തന്നെ അവരൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. It is to be noted that the frequencies have nothing to do with the computation of range and its coefficient. റേഞ്ച് കാണാനോ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാനോ ഫ്രീക്വൻസിക്ക് ഒരു റോളും ഇല്ല. ഓക്കെ. ദെൻ മൂന്നാമത്തെ സീരീസ് കണ്ടിന്യൂവസ് സീരീസ്. കണ്ടിന്യൂവസ് സീരീസിൻ്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. മാർക്സ് 10 to 15, 15 to 20, 20 to 25 ആ രീതിയിൽ തന്നേക്കുന്നു. എക്സ്ക്ലൂസീവ് ടൈപ്പ് ഡേറ്റയാണ്. അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, റേഞ്ച് നോക്കാൻ. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, റേഞ്ച് = L-S. ആ മാർക്സിൽ ഏറ്റവും ഹയസ്റ്റ് നോക്കുമ്പോൾ ഏതാണ്? 40. ലോവസ്റ്റോ 10. അപ്പോൾ L-S എന്ന് വെച്ചാൽ 40 - 10 30 മാർക്സ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 40 - 10/40 + 10 ദാറ്റ് ഇസ് 0.60. ഓക്കെ. ഇനി കണ്ടിന്യൂവസ് സീരീസിലെ തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ. റേഞ്ചും കോഎഫിഷ്യൻറ്റും കാണാൻ പറഞ്ഞേക്കുന്നു. ഗ്രേഡ് ഫ്രീക്വൻസി 2 കേസാണ് തന്നേക്കുന്നത്. ഗ്രേഡ് ബിലോ 10, ദെൻ 10 to 30, 30 to 60, 60 to 100, above 100. ഓക്കെ. ബിലോ 10 എന്ന് വെച്ചാൽ എവിടെ നിന്ന് എവിടം വരെ ആയിരിക്കും? 0 to 10 ആയിരിക്കും അല്ലേ? അപ്പോൾ ബിലോ 10 എന്ന് പറയുമ്പോൾ അവിടെ വന്ന വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് 10 ആണ് ഡിഫറൻസ്. അതാണ് ഞാൻ ജസ്റ്റ് ആ മുകളിൽ വട്ടം ഇട്ട് വെച്ചേക്കുന്നത്. ഡിഫറൻസ് 10. ദെൻ 10 to 30. 10 to 30 എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട്? അവിടെ വരുന്ന ഡിഫറൻസ് എത്രയാണ്? 30 - 10 ചെയ്താൽ 20. അപ്പോൾ അതിൻ്റെ ഇടയിൽ 20 പേരുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് 20 ആണ്. അടുത്ത കേസിലോ ഡിഫറൻസ് 60 - 30 30 ആണ്. ദെൻ 100 - 60 40 ഡിഫറൻസ് വരുന്നു. അതായത് ആദ്യത്തെ ക്ലാസ്സിന് 10 ഇൻ്റർവെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിനോ 20 ആണ് ഇൻ്റർവെൽ. ദെൻ മൂന്നാമത്തേന് 30, നാലാമത്തേന് 40. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തേൻ്റെ ആ ഒരു ഇൻ്റർവെൽ റേഞ്ച് എത്രയായിരിക്കും? 10, 20, 30, 40 കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും? ആ ഓർഡർ ആണെങ്കിൽ 50. അപ്പോൾ എബവ് 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് എവിടം വരെ ആയിരിക്കും? 100 തൊട്ട് 150 വരെ ആയിരിക്കും. അതുപോലെ ബിലോ 10 എന്ന് വെച്ചാൽ 0 to 10 ആയിരിക്കും. അത് ലോജിക്ക് വഴി കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ക്ലാസ് ഇങ്ങനെയാണ്: 0 to 10, 10 to 30, 30 to 60, 60 to 100 ആൻഡ് 100 to 150. ഇതിൽ ലാർജസ്റ്റും സ്മോളസ്റ്റും നോക്കുക. ലാർജസ്റ്റ് എത്രയാണ്? 150. സ്മോളസ്റ്റോ 0. അപ്പോൾ L-S ഡയറക്റ്റ് ചെയ്താൽ മതി. 150 - 0 150. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചോ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 എന്ന് കിട്ടും. ഓക്കെ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നോക്കാം. അതായത് ഇൻ്റർകോട്ടൽ റേഞ്ച്, സെമി ഇൻ്റർകോട്ടൽ റേഞ്ച്, അതിൻ്റെയൊക്കെ കമ്പ്യൂട്ടേഷൻ നോക്കാം.
തൽക്കാലം ഇത്രയും മതി. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഇഫ് ദ ഗ്രേഡ് ഈസ് ബിലോ 10, 10 to 20, 20 to 30, 30 to 40. അതുപോലെ ഫ്രീക്വൻസി 5, 3, 7, 8. അങ്ങനെയാണെങ്കിൽ റേഞ്ചും കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കാണണം. ഓക്കെ, ഞാൻ അവിടെ റേഞ്ച് ഈക്വൽ ടു 1 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. റേഞ്ച് അല്ലാതെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് 1 കിട്ടുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഹോംവർക്കായിട്ട്. താങ്ക് യു. നോട്ട്സ് എഴുതി വെക്കാൻ നേരത്ത് തിയറി പോർഷൻസ് കൂടുതൽ എഴുതണ്ട. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന ഹെഡിങ് കൊടുക്കണം. ഡിസ്പേർഷൻ്റെ 1-2 ഡെഫിനിഷൻസ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഡയറക്റ്റ്ലി മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ഡിസ്പേർഷൻ എന്ന ഹെഡിങ്ങിൽ 6 പേര് മാത്രം കാണിക്കുക. അതിൽ ആദ്യത്തേത് റേഞ്ച് എന്ന മെയിൻ ഹെഡിങ് കൊടുക്കുക. അവിടുത്തെ റേഞ്ച് കാണാനും കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻസ് മാത്രം എഴുതി വയ്ക്കുക. ദെൻ ഡയറക്റ്റ് പ്രോബ്ലംസ്. ആകെ 4 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനും. ആ 5 ക്വസ്റ്റ്യൻ ബുക്കിലോട്ട് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈവനിങ് നോട്ട് സബ്മിറ്റ് ചെയ്തേക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.